ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടതുപോലെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഉറക്കമൊക്കെ എണീച്ച് മുഖമെല്ലാം കഴുകി ഫ്രഷായതിനു ശേഷമാണ് തലമുടി കെട്ടണതേ. തലമുടി കെട്ടിക്കഴിഞ്ഞ് ഒരു പൊട്ടും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കല്ലേ. അങ്ങനെ ഞാൻ പൊട്ടും കൂടി വയ്ക്കുകയാണ് കേട്ടോ. പൊട്ടും കൂടി വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോണത്. ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയാണേ. അതാകുമ്പോൾ എളുപ്പമുണ്ട് എനിക്ക്. മോന് ഇഡ്ഡലിയും ഭയങ്കര ഇഷ്ടമുണ്ട് ദോശേനെക്കാട്ടിലും. അപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ് കേട്ടോ. ഞാൻ ആട്ടാനൊന്നും നിന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. മറ്റേത് ഭയങ്കര മെനക്കേടല്ലേ. ഇത് ഇതാന്നും പറഞ്ഞാവും. ആദ്യം ഞാൻ ഇഡ്ഡലിക്കാണ് കേട്ടോ. ഇഡ്ഡലിയാണ് ആദ്യം വെക്കണത്. എനിക്കും ആവശ്യത്തിന് വേണ്ടി കുറച്ച് മാവേ എടുക്കണുള്ളൂ. ചേട്ടൻ ഇല്ല, ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയി. ഇത് ശനിയാഴ്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യണത് സൺഡേ ആയിരിക്കും. എൻ്റെ ഫോണ് ഭയങ്കര ഹാങ് ആവണം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യണത്. അതിൽ ലെങ്ത് കൂടുമ്പോഴേ വീഡിയോ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇന്നലെ തന്നെ ഇട്ടേനായിരുന്നു. ഇത് ഉപ്പെല്ലാം ഇട്ട് മാവ് കറക്റ്റാണ് ഇത് ആക്കിയെടുത്ത് അത് കഴിഞ്ഞ് അടുപ്പ് കത്തിച്ച് ഇഡ്ഡലി പാത്രം കഴുകിയിട്ട് അതിൽ വെള്ളം വെച്ചേണ്ട കുറച്ച്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയായതുകൊണ്ട് മുകളിലത്തെ തട്ട് മാത്രമേ എടുത്തോളേ. അതിൽ തന്നെ 5 വയ്ക്കാൻ പറ്റും. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എല്ലാത്തിലും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അടുപ്പിൽ വച്ചതിന് ശേഷം ഞാൻ മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യണത്. ഇഡ്ഡലി എളുപ്പമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ബാക്കിയെല്ലാ കാപ്പീനെക്കാട്ടിലും ഇത് എനിക്ക് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. അങ്ങനെ 5 തട്ടിൽ 5 കുഴി ഉണ്ടല്ലോ, അതിലും എല്ലാത്തിലും ഒഴിക്കണുണ്ടേ. എനിക്ക് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ്. ഞാൻ ഉച്ച വരെ ഉള്ളതാണ് ചെയ്യണത്. ഉച്ചയ്ക്ക് ശേഷമുള്ളത് എടുക്കണില്ല. ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ ചെയ്യാം എന്തായാലും. ഇത് ഞാൻ ഇപ്പോൾ ഒരു പകുതിയിലുള്ള ഇതേ ചെയ്യണുള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യണത് ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. മറ്റുള്ളവരൊക്കെ ഇതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നെക്കൊണ്ട് പറ്റണ പോലെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആയിഷ് വന്നിന്ന് കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്തൊക്കെയാണ് കണ്ടത്. ഇത് ഇഡ്ഡലി അടുപ്പിലാക്കിയതിന് ശേഷം ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ടാണ് തേങ്ങ എടുത്തത്. കുറച്ച് തേങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ചമ്മന്തിക്ക് ജീരകവും ഉള്ളിയും 2 ചെറിയ പച്ചമുളകും ഇടണുണ്ട്. വെള്ള കളർ ചമ്മന്തിയാണ് അരയ്ക്കണം, ചുവപ്പല്ല, വെള്ള കളറ്. കണ്ട 2 പച്ചമുളക്, അത് രണ്ടും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം. നമ്മളെ ഇഷ്ടം. നല്ല ലൂസായിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം, ഇല്ലെങ്കിൽ പരപര അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഇഷ്ടത്തിന് അടിച്ചെടുത്ത്. അപ്പുറത്തെ സൈഡിലാണ് ഇങ്ങനെ മിക്സി വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളേ. ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ അമ്മിക്കല്ലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ആ ഒരു സ്പേസാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ കുടിക്കാൻ വെള്ളവും മിക്സിയൊക്കെ വെച്ചിരിക്കണം. ഇടയ്ക്ക് ഞാൻ ഇത് ആയോന്നും കൂടി നോക്കണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചമ്മന്തി റെഡിയാക്കണമല്ലോ. ഇത് തലേ ദിവസം പോപ്കോണ് ഇങ്ങനെ പൊരിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ എണ്ണയാണ് ബാക്കി. അത് ഞാൻ എന്തായാലും കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഇടാനായിട്ട് പാലെടുത്തുകൊണ്ട് വരടോട്ട്. ആദ്യമേ ഞാൻ ചായ ഇടില്ല. ചേട്ടനൊക്കെ ഞായറാഴ്ച നിൽക്കണമെങ്കിൽ മാത്രം ആദ്യം പോയി ചായ ഇടും, ഇല്ലെങ്കിൽ ഇടയ്ക്കേ ചായ ഇടുള്ളൂ. എനിക്ക് ചായ നിർബന്ധമില്ല, പക്ഷേ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പഞ്ചാരയൊക്കെ ഇട്ട് ചായ കുടിക്കണോണ്ടേ വെയിറ്റൊക്കെ കുറയില്ല എന്ന് കരുതി ഇടയ്ക്കൊക്കെ ഞാൻ ഇപ്പോൾ കുടിക്കുകയുള്ളൂ. ഇന്നെന്തായാലും വീഡിയോ എടുക്കണുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. എനിക്കൊരു കറണ്ട് അടുപ്പും കൂടിയുണ്ട്, അപ്പോൾ അതാണ് അങ്ങോട്ട് വെച്ചത്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ കറണ്ട് അടുപ്പിൽ. ഇതാന്നും പറഞ്ഞാവും. ഇങ്ങനെ ചെറിയ സാധനങ്ങളെ കറണ്ട് അടുപ്പിൽ വയ്ക്കുകയുള്ളൂ, വലിയ ഇതൊന്നും വയ്ക്കില്ല. എൻ്റെ ഗ്യാസ് തീരുമ്പോൾ കഞ്ഞിയൊക്കെ അതിൽ വയ്ക്കും. കറിയൊന്നും വയ്ക്കാൻ പറ്റില്ല. കറി സ്റ്റീൽ പാത്രങ്ങളെ കറണ്ട് അടുപ്പിൽ നിൽക്കുകയുള്ളൂ. അത് പെട്ടെന്ന് അടി പിടിച്ചു കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ. അതുകൊണ്ട് കഞ്ഞി, ചായ, അങ്ങനെ വെള്ളം തിളപ്പിക്കണം, അങ്ങനെയൊക്കെ മാത്രമേ കറണ്ട് അടുപ്പിൽ വയ്ക്കുകയുള്ളൂ.
പിന്നെ ചായക്ക് 2 സ്പൂൺ പഞ്ചസാരയും തേയിലപ്പൊടി പാലിൽ തിളക്കണതിന് മുമ്പ് തന്നെ ഞാൻ അതിലിടുവേ. അതിൽ തീ അല്ല എന്നിട്ട് ചൂട് കുറച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ആയി തിളച്ച് അതിൽ തന്നെ നിൽക്കും. കീ സൗണ്ടൊക്കെ കേൾക്കും. എന്നിട്ട് നമ്മൾ ഓഫാക്കിയാൽ മതി. അങ്ങനെ കടുവറുക്കാൻ ഇതൊക്കെ ഇട്ട് ഉള്ളി അരിയണതാണ് കേട്ടോ. കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് അത് കിണ്ടി ഒരുവിധം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇതിട്ട് കൊടുക്കണം, തേങ്ങ അരച്ചത്. വലിയ പാടൊന്നുമില്ല, നല്ല എളുപ്പമാണ്. ഇതാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇന്ന് ഇത്തിരി ലെങ്ത് ആയിപ്പോയി. അല്ല സമയമെടുത്ത്, ലെങ്തല്ല സമയമെടുത്ത്. ഇല്ലെങ്കിൽ ഒരു 10, 15, 20 മിനിറ്റിനകം ജോലി കഴിയും. ഇത് ഫോണും നോക്കണം, നമ്മൾ ചെയ്യണ ജോലി നോക്കണം, അപ്പോൾ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെത് ഓഫാക്കി. ഇനി ചമ്മന്തിയും കൂടെ ആയാൽ മതി. ചമ്മന്തി ഓക്കെ ആയി. തിളച്ച് അങ്ങ് ഇതാവണ്ട, ഒരുവിധം ചൂടായി വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ചൂടായി ഉപ്പൊക്കെ നോക്കി ഓക്കെ ആയി. പിന്നെ ഞാൻ അതും ഓഫാക്കി. പിന്നെ അടച്ച് വെച്ച്. അത് കഴിഞ്ഞ് എൻ്റെ രാവിലത്തെ ജോലി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് മോൻ ഉറക്കം എണീച്ച് എൻ്റെ ഒപ്പം. എന്നിട്ട് അവൻ ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവനെ വിളിച്ച് നമ്മൾ കാപ്പി കുടിക്കണം. ആദ്യം അവനാണ് കൊടുത്തത് കേട്ടോ. അവന് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ദേഷ്യത്തിനാണ് കഴിക്കണത്. ഇത് അവൻ കാർട്ടൂൺ കാണുന്നതാണ് കേട്ടോ. ഏതോ ഒരു പ്രേതത്തിൻ്റെ കാർട്ടൂണൊക്കെയാണ്. ഞാനും ഇരുന്ന് കാണണം. എനിക്ക് റിമോട്ടൊന്നും തരൂല. പ്രേതത്തിൻ്റെ ആയതുകൊണ്ടിരുന്ന് കാണണം. ഞാൻ വീഡിയോ എടുക്കണ കണ്ട് അതുപോലെ അവന് ചെയ്യണതാണ്. നോക്ക്, എന്നെ നോക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇതാ ഇടയ്ക്ക് ഡാൻസ് കളിക്കണം. ഇതുപോലെ അവൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് കാപ്പി കുടിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ട്. അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ്. ശനിയാഴ്ചയല്ലേ, ഇന്ന് ഒരിടത്തും പോകണ്ടല്ലോ, അപ്പോൾ പതുക്കെ ചെയ്താൽ മതിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് മോൻ വന്ന് കോക്കറ് കാണിക്കണണ്ട. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ട് എനിക്ക് ചിരിയായിരുന്നു. അവൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് തേങ്ങ തിരുവി. ഞാൻ ഇന്ന് അവിയലും വിഴുക്കും രസമാണ് വെക്കണത് കേട്ടോ. ഇന്ന് മീനില്ല. ഇന്നലെ മീനുണ്ടായിരുന്നു, ഇന്ന് മീനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും കറി വയ്ക്കണം. മീനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി മാത്രമേ വയ്ക്കുകയുള്ളൂ. ആദ്യം കറണ്ട് പോണതിന് മുമ്പേ അവിയലിന് അരച്ച് വയ്ക്കണതാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ജീരകം, ഇത്രയാണ്. അതിൻ്റെ ഇടയ്ക്ക് അരി തിളച്ച് അടപ്പെല്ലാം മാറ്റി വെച്ച്. ഞാൻ റേഷൻ അരിയാണ് കേട്ടോ ഇട്ട, അപ്പം പെട്ടെന്ന് വേവും. ഇത് അരപ്പിനുള്ളതാണ്. വെളുത്തുള്ളി ചെറിയ അല്ലിയായിരുന്നു, അപ്പം 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പച്ചമുളക് ഒടിച്ചിട്ട് അത് കഴിഞ്ഞ് അത് അരച്ച് അവിടെ മിക്സിയിൽ തന്നെ വെച്ചേ. അത് കഴിഞ്ഞ് മലക്കറി എടുത്തിട്ടുണ്ട്. 100 രൂപ മലക്കറിയാണ്, ഒന്നുമില്ല. ഒരു വിഴുക്കിന് വേണ്ടി ഞാൻ പയറും കൂടെ ഇതിലെടുക്കണുണ്ട്. പയറും ഇത്ര മലക്കറിയാണ് 100 രൂപ. ഭയങ്കര വില ഇവിടെ മലക്കറിയൊക്കെ. ഇനിയിപ്പോൾ ഓണം വരെയല്ലേ, അപ്പോൾ ഇതിൽ നിന്ന് ഭയങ്കര വിലയാവും. ഇത് ഒരു പകുതി കഷ്ണം മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി മുറിച്ചെടുക്കുകയാണ്. ഞാൻ ഇത് വൃത്തിയാക്കണ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടാണല്ലോ, വീഡിയോ ലെങ്ത് ആയിപ്പോവും. അപ്പോൾ ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടണത് കേട്ടോ. എല്ലാം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര വീഡിയോ ആയിപ്പോവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ചെയ്യണുള്ളൂ. കണ്ട ഇടയ്ക്ക് നിന്നൊക്കെ ഞാൻ ഇങ്ങനെ കട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളരിക്ക, ക്യാരറ്റ്, കത്തിരിക്ക, പടവലങ്ങ, വെള്ളരിക്ക, ചീനോമരിക്ക, ഇതൊക്കെയാണ് അവിയലിന് ഇവിടെ എടുക്കണത് കേട്ടോ. വേറെ കൂടുതൽ ഐറ്റംസൊക്കെ ഇടണവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇത്രയാണ് ഇടണത്. ഇത് ഞാൻ വെള്ളരിക്ക ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കണത്. അതിൻ്റെ അകത്തുള്ള ഇത് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഫോണിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടണില്ല എന്ന് കരുതി ഞാൻ ലൈറ്റ് ഓഫാക്കി നോക്കി. പക്ഷേ എന്നിട്ട് ഇരുട്ട് പോലെ ആയി. പിന്നെ ഞാൻ ഒന്നും കൂടെ പോയി ഓണാക്കി. എന്നിട്ടാണ് പിന്നെ അരിയണത്. കായൊക്കെ ഇടും കേട്ടോ. വേങ്കായ എന്നാണ് കേട്ടോ പറയണത്. ഇത് അരി തിളച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫാക്കിയിടുവേ. അപ്പോൾ ആ ചൂടിലിരുന്ന് താനേ വേവും. റേഷൻ അരിയല്ലേ, പെട്ടെന്നായിക്കോളും. അങ്ങനെ അത് ഓഫാക്കിയിട്ട് മലക്കറിയെല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്ന് ഫ്രണ്ടിലിരുന്നാണ് കേട്ടോ അരിയണത്.
അവിടെ എനിക്ക് അടുക്കളയിൽ ഒരേ കണക്കിന് നിൽക്കാൻ വയ്യ. ഇതാണ് പയർ. അങ്ങനെ ഇത് കട്ട് ചെയ്യണം കേട്ടോ. എന്തരോ അവനെ പുറത്തോട്ട് വിടാൻ വേണ്ടി എൻ്റെ അടുത്ത് കിടന്ന് പിണങ്ങിയതാണ്. ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. പിള്ളേർക്ക് പനി അപ്പുറത്തൊക്കെ, അതുകൊണ്ട് ഞാൻ വിട്ടില്ല. ഇത് പയറരിയണം. ഇത് വിഴുക്ക് വരട്ടാനായിട്ട്, അവിയലിന് അരിഞ്ഞ് കഴിഞ്ഞ് ഇനി വിഴുക്ക് വരട്ടാനായിട്ട് പയറരിയണതാണ്. ഇങ്ങനെ നീളത്തിനാണ് അരിയണത്. അത് കഴിഞ്ഞ് സവാള അരിഞ്ഞ് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിയൽ അടുപ്പിലാക്കണേ. ഇത് തോരത്തിനൊക്കെ അരയ്ക്കും പോലെയാണ് കേട്ടോ അവിയലിന് അരച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. കണക്കിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഞവടിയെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ചിലർ മലക്കറി അവിച്ചിട്ട് അരപ്പിടും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഇതെൻ്റെ ചേച്ചിമാരെ നിന്നൊക്കെ കണ്ട് പഠിച്ചതാണ് കേട്ടോ ഇങ്ങനെ മലക്കറി വയ്ക്കാൻ. അമ്മ അവിച്ചിട്ടൊക്കെയാണ് വയ്ക്കണത്. പക്ഷേ എൻ്റെ ഒരു വല്യമ്മേരെ മോൾ ഇങ്ങനെ അരപ്പൊക്കെ കൂടി അതിൽ കൂടെ ഇട്ട് ഞവടിയാണ് വയ്ക്കണത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് എനിക്ക് എളുപ്പം. ഇതിനാകുമ്പോൾ ആദ്യമേ തന്നെ അരപ്പും പുളിയും എല്ലാം ഇതിൽ പിടിക്കും. പുളി ഞാൻ ചേർക്കൂല. പുളി ചേർക്കണവരുണ്ട് കേട്ടോ. ഞാൻ പുളിക്ക് പകരം ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കും. പഴുത്ത ഒരു തക്കാളി ഇതിൽ അവിയലിന്. ഇവിടെ അവിയലിനാണെങ്കിൽ മലക്കറിയെല്ലാം നല്ല വെന്ത് കുഴഞ്ഞ് വരണം. നല്ല കുഴയണ്ട, ഒരുവിധം. ഇത് രസത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. വെളുത്തുള്ളിയും ജീരകം ചതച്ച് ഇത് ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി, അത് മല്ലിയില. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ ഇത് അരി താഴെ ഇറക്കി വച്ചതാണ് കേട്ടോ അടുപ്പിൽ നിന്ന്. അവിടെ ഒരടുപ്പിലും കൂടെ വെച്ചാൽ പെട്ടെന്ന് ആവുമല്ലെന്നും കരുതി. എനിക്ക് ജോലിയൊക്കെ പെട്ടെന്നായി. ഇന്ന് മീനൊന്നും ഇല്ലല്ലോ. മീനൊക്കെ ഇറക്കണമെങ്കിൽ താമസിച്ചല്ലേ ആവുള്ളൂ. ഒരു 12 മണി 12:30 ആവും. ഇന്നെനിക്കൊരു 11 മണിയായപ്പോൾ ജോലിയായി. അത് കഴിഞ്ഞ് ഈ വിഴുക്കിനും കൂടി അടുപ്പിൽ വയ്ക്കാമെന്നും കരുതി ചീഞ്ചട്ടി കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ കറണ്ട് അടുപ്പിൻ്റെ മീതെയാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അത് അത്യാവശ്യം വീതിയുള്ള ഒരു അടുപ്പാണ്. പിന്നെ ഇതിലും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ കുക്കിങ്ങിന് എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും. വേറെ പ്രത്യേകിച്ച് മറ്റേ സൺഫ്ലവറിൻ്റെ ഓയിലൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് കണ്ട നല്ലെണ്ണയുടെ കളർ പോലെയൊക്കെ ഇരിക്കണം. പക്ഷേ ഇത് വെളിച്ചെണ്ണയാണ്. മെല്ലിന്ന് വാങ്ങിക്കണ വെളിച്ചെണ്ണയാണ്. കുറച്ച് ഇത് കടുവയൊക്കെ ഞാൻ ഇടുവോളേ. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട്. ഇതിൽ പിന്നെ ഉള്ളി അതിലുണ്ടല്ലോ സവാള അരിഞ്ഞത്. അപ്പോഴത്തേക്കും അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഉള്ളിയൊന്നും അരിയാൻ നിന്നില്ല. അത് തന്നെ ഇട്ട് പയറും സവാളയും കൂടി. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഇത് അടച്ച് വയ്ക്കണം. ഈ അടപ്പ് തന്നെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. മറ്റേതിൻ്റെ അടപ്പാണ് സത്യം പറഞ്ഞാൽ ഇത്. പക്ഷേ ഈ അടപ്പാണ് ഈ ചീഞ്ചട്ടിയിൽ ചേർന്നത്. ഈ ചീഞ്ചട്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ അടപ്പൊന്നും വാങ്ങിച്ചില്ല. ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കാറ്ററിംഗുകാർ അപ്പം ചൂടണ കണ്ടിട്ടുണ്ട്. അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണ്ടിട്ടുണ്ട്. ഈ അടപ്പ് ഇങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വയ്ക്കണം. അതുപോലെയാണ് ഞാൻ ചെയ്യണത്. ഒരടപ്പ് അങ്ങോട്ട് എടുത്ത് വയ്ക്കും, ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെ മാറ്റിയും തിരിച്ച് ഒരടപ്പ് തന്നെ ഭാഗ്യത്തിന് രണ്ടിനും ഓക്കെ ആയി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ശ്രദ്ധിച്ചത്. പിന്നെ ലാസ്റ്റ് അവിയലിൽ കടുക് ഇറക്കണില്ല. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇറക്കണത്. എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യണം. ഇതൊക്കെ ഈ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ എൻ്റെ വല്യമ്മമാരിൽ നിന്നും ചേച്ചിമാരിൽ നിന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് 7 സഹോദരങ്ങളുണ്ട്. മൊത്തം 8 പേരാണ്. അപ്പം ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാർ 2-3 പേരേ ഉള്ളൂ. ചേച്ചിമാരൊക്കെ കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുപോലെയൊക്കെയാണ് ഞാൻ എല്ലാമൊക്കെ വയ്ക്കണത് കേട്ടോ. ഇത് പയർ വിഴുക്കുമായി. പയറിൽ ഞാൻ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടായിരുന്നേ. അതാണ് ഈ കളറ്. വേറെ ഞാൻ പച്ചമുളക് കീറിയിടാൻ മറന്നു. അതുകൊണ്ടാണ് ഇത്തിരി മുളക് പൊടി ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ അരി വടിക്കണതാണ് കേട്ടോ ഇത്. അരി വടിച്ചാൽ പിന്നെ ചൂടാക്കാൻ അങ്ങനെയൊന്നും നിൽക്കില്ല കേട്ടോ. അല്ലാതെ തന്നെ വെള്ളം ഇതായിക്കോളും. ചൂടാക്കണവർക്ക് ചൂടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചൂടാക്കില്ല. അല്ലാതെ തന്നെ വെള്ളം വറ്റിക്കോളൂ. അത് കഴിഞ്ഞ് പയർ വിഴുക്ക് വരട്ടി അതിൽ തന്നെ എല്ലാം എടുത്തതിന് ശേഷം ചീഞ്ചട്ടി തന്നെയാണ് ഞാൻ രസം വയ്ക്കണത്. കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് ഉള്ളി അരിഞ്ഞതും കൂടെയാണ് ഇട്ട് കൊടുക്കണത്. ഉള്ളി ഒരുവിധം വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയല്ലല്ലോ വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കും. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കും. ലാസ്റ്റാണ് കേട്ടോ ഈ മല്ലിയില ഇടണത്. ഇത് വാടി വന്നതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
പിന്നെ ഇടയ്ക്ക് ഞാൻ കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി. അത് ഒന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ഇവിടെ ചേട്ടന് പുളി വേണം, അതുകൊണ്ട് ഞാൻ ഇത്തിരി പുളി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കി, അത് കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ കുടിച്ചു. ഇത് കഴിഞ്ഞ് രസം ഇതാണ് എൻ്റെ രസം. ഇത് തിളയ്ക്കണ്ട കേട്ടോ, ഒരുപാട് വെട്ടി തിളയ്ക്കണ്ട. കുറച്ചൊന്ന് ചൂടായി അനന്ന് പത പോലെ വരുമ്പോഴത്തേക്കും മല്ലിയില ഇട്ട് കൊടുത്തു. ഇതെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലിറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര ചൂട്, അതുകൊണ്ട് വെളിയിലിറങ്ങി. അത് കഴിഞ്ഞ് തൂക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളെ ഹാള്. മോൻ വലിച്ചു വാരി ഇട്ടിരിക്കണതാണ് അവൻ്റെ ചെരുപ്പ്, തൊപ്പി, കളിപ്പാട്ടം, ബൊമ്മ, അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം തൂക്കാൻ. അങ്ങനെ അതെല്ലാം പറക്കി മാറ്റിയണേ. അങ്ങനെ ഇത്ര ഭാഗം ഞാൻ തൂക്കണോളെ, ബാക്കി അങ്ങോട്ട് തൂക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇത്രയും തൂത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ച്, വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റായി, വിളിക്കാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് ചോദിച്ച്. അങ്ങനെ ഞാൻ ഈ ഒരു പോർഷൻ മാത്രം തൂത്തിട്ട് അത് വാരി കളഞ്ഞിട്ട് പോയി. കുറച്ചേ തൂത്തുള്ളായിരുന്നു. ഇതുപോലെ തന്നെ എല്ലാ മുറിയിലും ഉണ്ട്. ഇവിടെ 2 മുറിയും ഒരു അടുക്കള, ഒരു ഹാള് ആണ് കേട്ടോ ഉള്ളത്. ഒരു സിറ്റ് ഔട്ട്. ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ, ഇത് ഹാളല്ല, സോറി. അത് കഴിഞ്ഞ് ചേട്ടൻ വിളിച്ചുകൊണ്ട് ഇറങ്ങി മുഖവും കാലും കൈയൊക്കെ കഴുകി അങ്ങോട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഡ്രസ്സ്, ഞാൻ ഇതിന് മുമ്പ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടില്ലേ, ആ ഡ്രസ്സാണ്. എൻ്റെ പിരികം കണ്ട, എലികരണ്ട പിരികത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തു. പിരികവും വരച്ച് ഒരു പൊട്ടും വെച്ച് ഉള്ളൂളം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഞാൻ വേറെ പൗഡറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തലമുടി ഒന്ന് കെട്ടി. ഇപ്പം കെട്ടിയിരിക്കും പോലെ തന്നെ ഒന്നും കൂടെ കോതിയിട്ടൊന്ന് കെട്ടി. ഇത്രയേ ഉള്ളൂ. ഞാൻ റെഡിയായി. അതിനിടയ്ക്ക് മോൻ്റെ അടുത്ത് റെഡി ആവാനൊക്കെ പറഞ്ഞു കേട്ടോ. അവൻ വരണില്ല എന്നും പറഞ്ഞ് പിണങ്ങി. അവൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്ന്, അപ്പുറത്തെ വീട്ടിൽ താമസിക്കണം, ആ കൊച്ചി ഇവിടെ ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ അവനെ കാണാഞ്ഞ് വരും. അതുകൊണ്ട് അവൻ പിണങ്ങി മാറി ചെന്ന് ദൂരെ നിൽക്കണതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയി, അവനോട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇത് നമ്മളെ വണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അവിടെ എത്തി. ചേട്ടൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. പിന്നെ ഇതാ വീട്ടിലെത്തി. ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ തന്നെ 1-2 മണിയൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ചോറിൻ്റെ കറി. അവിയൽ, വിഴുക്ക്, ഞാൻ ഇതിപ്പോൾ ഒരു അച്ചാറും എടുത്തിട്ടുണ്ട്, നാരങ്ങ, പിന്നെ രസം. ഇത്രയേ ഉള്ളൂ. ഇത്രയും തന്നെ ധാരാളമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പറയുകയാണ് ഇവിടെ പട്ടിണിയാണെന്നൊക്കെ. ഞാൻ പക്ഷേ ഇതിൽ വീഡിയോ ഇല്ല, വോയിസ് ഓഫാക്കിയല്ലേ എഡിറ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കണുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ തൈരും കൂടെ കലക്കി കേട്ടോ, ഉപ്പിട്ട്. അപ്പോൾ ആ തൈരും കൂടെ ഒഴിച്ച് ലാവിശ കഴിച്ചു. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഇതിൽ എങ്ങനെയാണ് വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.